ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ വിളിച്ച് മാറ്റി ഉപദേശിച്ചാലും കുഞ്ഞിന്റെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല. കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് വിശ്വസിക്കുന്നുമില്ല. കാരണം എന്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാവരും പരസ്പരം തോൽപ്പിക്കുകയല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾക്കും തോന്നിക്കാണും ഞങ്ങളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നതെന്ന്. തോൽപ്പിക്കട്ടെ, എല്ലാവരും കൂടി തോൽപ്പിക്കട്ടെ. എന്റെ ഭാഗത്താ തെറ്റ്. ജ്യോതി അവനെ അകറ്റി നിർത്തിയപ്പോ ഞാൻ എന്തിനാ അവനെ ചേർത്ത് പിടിക്കാൻ പോയത്? ഞാൻ എന്തിനാ അവന്റെ അമ്മയുടെ പകരക്കാരിയായത്? ഞാൻ എന്തിനാ അവനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടത്? ഞാനൊന്ന് മാറി നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അല്ല അമ്മ? ചേച്ചി, ഞാൻ എന്തെങ്കിലും ചോദിച്ചു പോയതിന്റെ പേരില് ചേച്ചി ഇങ്ങനെയൊന്നും പറയണ്ട. ജീവിതത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്നതല്ലേ ഞാൻ. മന തിരിച്ചു വന്നപ്പോ പോലും സ്വീകരിക്കാനായിട്ട് മനസ്സ് തയ്യാറായിരുന്നില്ല. എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ. ഏറ്റവും കൂടുതൽ നിത്യേച്ചിയല്ലേ എന്നോട് പറഞ്ഞത്. മനുവിന്റെ വീട്ടുകാരും ആദ്യം വേണോന്ന് പറയുമ്പോ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തൊരു അമ്മയാണെന്ന് അവര് ചിന്തിക്കില്ലേ? നിത്യേച്ചി സ്നേഹിച്ചതും കൂടെ കൊണ്ട് നടന്നതും അല്ല കുഴപ്പം. എന്നെ തേടി ഇങ്ങനെ ഒരു കല്യാണം വന്നതാ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയാ മതിയായിരുന്നു. ജ്യോതി, കരയില്ലേ മോളെ? ആദ്യമോനും കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. അവരൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. നേരെ സന്ധ്യയെ തുടർന്ന് എവിടേക്ക് പോയതാണാവോ കുട്ടികള്? എവിടെ എത്തിയിട്ടുണ്ടാവോ? ഒന്നും അറിഞ്ഞൂടാ. മനസ്സിലാണെങ്കിൽ ഓരോന്നിങ്ങനെ കുത്തിത്തറയ്ക്കുക. നല്ലതൊന്നും കാണാൻ എനിക്ക് യോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും കൂടി ഒരു നേരം ഒരുമിച്ചിരുന്ന് ഒന്ന് ചിരിച്ച് സംസാരിച്ച് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോലും എത്ര നാളായി. മധുര നൊമ്പരക്കാറ്റ്